നമസ്കാരം. മരണം മനുഷ്യന് അനിവാര്യമാണ്. ഭൂമിയിൽ ഒരിക്കൽ ജനിച്ചാൽ നമ്മളെല്ലാവരും മരിക്കണം. എന്നാൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മനുഷ്യന് ഇനിയും ഒരു കാര്യവും മനസ്സിലാകാത്ത ഒരവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പ്രാരംഭകാലം മുതൽ തന്നെ മനുഷ്യൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് മരണാനന്തര ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. ആത്മാവ് എന്നൊന്നുണ്ടോ, പുനർജന്മമുണ്ടോ, മരണത്തിനപ്പുറം വേറൊരു ജീവിതമുണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ ചിന്തിച്ചു കൂട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരം ചിന്തകൾക്കൊക്കെ തന്നെ വിരാമമിട്ടുകൊണ്ട് നിരവധി ഗവേഷകരാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ഒരു വലിയ ഭാഗം ശാസ്ത്രജ്ഞന്മാർ ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളുടെ ഫലങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. മറ്റൊരു ഭാഗം ഗവേഷകർ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, ആത്മാവ് എന്നൊന്നേ ഇല്ല എന്നാണ് മറ്റുള്ളവർ വാദിക്കുന്നത്. പാശ്ചാത്യ സർവകലാശാലകളിലെ പ്രഗത്ഭരായ പല ശാസ്ത്രജ്ഞന്മാരും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗവേഷണത്തിൽ മുഴുകിയിരിക്കുകയാണ്. അമേരിക്കയിലെ പ്യൂ റിസർച്ച് സെൻറ്റർ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു സർവേയിൽ അമേരിക്കയിലെ വളരെ പ്രായമായ 80% ആളുകളും ആത്മാവുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. അവർക്കിടയിൽ നടത്തിയ സർവേയിലും ആത്മാക്കളുണ്ട് എന്ന് തന്നെയാണ് ആളുകൾ ഈ സർവേക്ക് മറുപടി നൽകിയത്. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മരണമില്ലാത്ത ആത്മാവ് അത് ജീവിക്കുകയോ പുനർജന്മം നേടുകയോ ചെയ്യുമെന്നാണ് ഈ പല മതങ്ങളും വിശ്വസിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും ശാസ്ത്രീയമായൊരു സമവായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ അനസ്തീഷ്യോളജിസ്റ്റും പ്രൊഫസറുമായ ഡോക്ടർ സ്റ്റുവർട്ട് ഹാമറോഫ് ഇക്കാര്യത്തിൽ ആത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പലപ്പോഴും ബ്രെയിൻ ഡെത്ത് സംഭവിച്ച രോഗികളിൽ പോലും കുറേ സമയത്തേക്ക് അവരുടെ തലച്ചോറ് പ്രവർത്തനക്ഷമമായിരിക്കുന്നു എന്ന കണ്ടെത്തൽ അദ്ദേഹം നേരത്തെ തന്നെ നടത്തിയിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് നമ്മൾ മരിച്ചാലും നമുക്ക് ആത്മാവ് എന്നൊന്ന് ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇതിന് ഉപോദ്ബലകമായി അദ്ദേഹം പല തെളിവുകളും നേരത്തെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. അരിസോണ സർവകലാശാലയിലെ ന്യൂറോ സയൻറ്റിസ്റ്റായ ഡോക്ടർ മാരിയോ ബ്യൂറെഗാർഡ് അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ട പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ബ്യൂറെഗാർഡ് പറയുന്നത് താൻ ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയത് ചില കന്യാസ്ത്രീകളിലാണ് എന്നാണ്. ഇവരിൽ MRI സ്കാനിങ് നടത്തിയ സമയത്ത് അവർക്ക് അതീന്ദ്രിയമായ ഒരു അനുഭവം, അതായത് ദൈവത്തോട് കൂടിച്ചേരുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായതായാണ് അവർ പിന്നീട് വെളിപ്പെടുത്തിയത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നമുക്ക് ആത്മാവ് ഉണ്ട് എന്ന് തന്നെയാണ് എന്നാണ് ഈ ഗവേഷകൻ്റെ വാദം. ഈ സമയത്ത് അവരുടെ തലച്ചോറിൻ്റെ വിവിധ മേഖലകളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചലനം ഉണ്ടായി എന്നും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ഈ ഗവേഷകൻ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ മാസം അന്തരിച്ച പ്രമുഖ മനഃശാസ്ത്രജ്ഞനായ പ്രൊഫസർ ചാൾസ് സ്ട്രേറ്റ് തൻ്റെ സീക്രട്ട് സയൻസ് ഓഫ് ദി സോൾ എന്ന ഗ്രന്ഥത്തിലും ഈ മേഖലയിൽ നടത്തിയ നിരീക്ഷണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. പാരാസൈക്കോളജി എന്നുള്ളത് ഒരുപക്ഷെ അതിൻ്റെ ആധികാരികതയെ പലരും ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. പാരാസൈക്കോളജി പ്രധാനമായും പഠിക്കുന്നത് ഈ മരണാനന്തര ജീവിതവും ഭൂതപ്രേത പിശാചുക്കളെക്കുറിച്ചുമൊക്കെ തന്നെയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ആത്മാവ് എന്നൊന്ന് ഉണ്ട് എന്ന് തന്നെയാണ്. മനുഷ്യനെന്ന് പറയുന്നത് വെറും മാംസവും അസ്ഥിയും മാത്രമല്ല, അതിനും അപ്പുറത്തുള്ള മറ്റെന്തോ ഒന്നുകൂടിയാണ് എന്നും അതാണ് ആത്മാവ് എന്നുമാണ് ഇവരെല്ലാം തന്നെ വിശ്വസിക്കുന്നത്. ന്യൂയോർക്ക് സർവകലാശാലയിൽ തത്വശാസ്ത്ര നിയമ പ്രൊഫസറായ തോമസ് നാഗൽ ആത്മാക്കൾ ഉണ്ട് എന്ന് വാദിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് ജീവനില്ലാത്ത വസ്തുക്കളിൽ പോലും ആത്മാവുണ്ട് എന്നാണ്. ഇതെങ്ങനെ ശാസ്ത്രീയമായി തെളിയിച്ചു എന്ന കാര്യം അദ്ദേഹം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഈ ആത്മാവ് എന്നൊരു കാര്യമേ ഇല്ല എന്ന വാദവുമായിട്ടാണ് മറ്റൊരു വലിയ വിഭാഗം ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ആത്മാവ് ഉണ്ടെന്ന് എങ്ങനെ തെളിയിക്കാൻ കഴിയും എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഡോക്ടർ ഡേവിഡ് കെൽ ജോൺസൺ എന്ന ഒരു അമേരിക്കയിലെ പ്രമുഖനായ ശാസ്ത്രജ്ഞനാണ് ഈ വാദത്തിന് മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതോടെ എല്ലാം അവസാനിച്ചു എന്നാണ്. ശാസ്ത്രീയമായി ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ നിരന്തരമായി ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം തൻ്റെ പുസ്തകങ്ങളിലും ലേഖനങ്ങളിലുമൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും മനുഷ്യനുള്ളിടത്തോളം കാലം ഈ ചർച്ച തുടരുക തന്നെ ചെയ്യും. മരണാനന്തര ജീവിതം എന്നൊന്നുണ്ടോ, ആത്മാവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ട ഒരവസ്ഥയിലാണ്. കാരണം ഇത് എന്താണ് എന്ന് ആർക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. മരണമെന്നത് അല്ലെങ്കിൽ മരണാനന്തര ജീവിതം എന്നുള്ളത്, ആത്മാവ് എന്നുള്ളതൊക്കെ തന്നെ ഒരു പ്രഹേളികയായിട്ട് തന്നെയാണ് ഇപ്പോഴും മനുഷ്യൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യൻ എത്ര വളർന്നിട്ടും അവന് മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ഇനിയും അതിൻ്റെ ഭാവിയെക്കുറിച്ചും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്നും തന്നെ ആധികാരികമായ ഒന്നും തന്നെ പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുമുള്ളത്. നമ്മളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത് ഓരോ നിഗമനങ്ങളിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. ശാസ്ത്രീയമായ നിരവധി ഗവേഷണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും
ഇപ്പോഴും ആധികാരികമായി മനുഷ്യനെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഗവേഷണ ഫലങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.